കണ്ണിൽ വിഷമം തടം കെട്ടി നിൽക്കുകയാണ്. ആരെയോ കാത്തുള്ള ഇരിപ്പ്. തീവണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഓടിച്ചെല്ലും. വണ്ടി പതിയെ നീങ്ങുമ്പോൾ ഓടിക്കയറാൻ നോക്കുന്ന ആളുകളുടെ പുറകെ കുരച്ചുകൊണ്ടോടും. അവരെ വണ്ടിയിൽ കയറാൻ അനുവദിക്കില്ല. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ പതിവ് കാഴ്ചകളിൽ ഒന്നാണിത്. മരിച്ചുപോയ തന്റെ യജമാനെ കാത്തിരിക്കുന്ന ജപ്പാനിലെ ഹാച്ചിക്കോയെ ഓർമ്മിപ്പിക്കും പ്ലാറ്റ്ഫോമിൽ നിർവികാരനായിരിക്കുന്ന ഈ നായ. യാത്രക്കാരും റെയിൽവേ ജീവനക്കാരും കൊടുക്കുന്ന പേടയാണ് പ്രിയ ഭക്ഷണം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേഷനടുത്ത് താമസിച്ചിരുന്ന ടിടിആർ സ്നേഹിച്ചു വളർത്തിയതാണ്. അതുകൊണ്ടാവാം സ്റ്റേഷൻ വിട്ടു പോകാൻ ഈ നായ മടിക്കുന്നത്. നായ്ക്കളൊക്കെ 5-6 നായ്ക്കൾ ഒന്നിച്ച് നടക്കാം. ഇത് ഒറ്റയായിട്ട് നടക്കുള്ളൂ. വേറെ ആളായിട്ടും കൂട്ടുന്ന ഒന്നും ചെയ്യില്ല, ഓരോന്നും ചെയ്യില്ല. മറ്റുള്ള നായ്ക്കളൊക്കെ ആണെങ്കിൽ നാളെ പ്ലാറ്റ്ഫോമിൽ കുട്ടിയെ കട്ടിണ്ടായിരുന്നു. ഇത് ചവിട്ടി പോലും കൂടി ഒന്നും ചെയ്യില്ല. അത്ര ഇണക്കുള്ള നായ. ആൾക്കാരൊക്കെ ഭക്ഷണം വാങ്ങിക്കൊണ്ട് പോകും, അപ്പോൾ അത് തിന്നു. പിന്നെ അവിടുന്ന് ഹോട്ടൽക്കാരും വേണ്ടന്മാരൊക്കെ ആണെങ്കിലും ഭക്ഷണം കയറി കൊടുക്കുക, അത് തിന്നു. അപ്പോൾ അവർ മെഡിക്കലിന് പോകും. അപ്പോൾ ഞങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിറ്റാലും വരും. ഇവിടെ ഒരു ടിടിആർ ഗോപകുമാർ എന്ന് പറഞ്ഞ ടിറ്റിനായിരുന്നു. അയാൾ പോയിട്ട് നായായിരുന്നു. പിന്നെ അയാൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയി. പിന്നെ അയാളിപ്പം മരിച്ച്, അയാൾ ഭാര്യ മരിച്ച്, ഫാമിലി ഒക്കെ പോയി. ആരുമില്ല. മക്കളൊക്കെ ഞങ്ങൾ ചെയ്താറ് വയ്ക്കുകയാണ്. ഇപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ നായ മാത്രം ബാക്കിയായി. നായനെപ്പം പറഞ്ഞാൽ ബാക്കി ജനങ്ങൾ പുറന്ന് എല്ലാ ആൾക്കാരായിട്ട് നല്ല പെരുമാറ്റം. ആരും ഉപദ്രവിക്കില്ല, കാലവരും ചെയ്തിട്ടില്ല.